ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. അപ്പോൾ ഇന്നൊരു പുതിയ സ്റ്റോറിയാണേ, കേട്ടാലോ? എന്നെ കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു പത്മ. കണക്കിന് ഞാൻ അമ്പേ പിൻപിലും. അതുകൊണ്ട് തന്നെ ടീച്ചറിൻ്റെ കയ്യിൽ നിന്നും ഇടയ്ക്കൊക്കെ ഓരോ കിഴുക്ക് എനിക്ക് കിട്ടുമായിരുന്നു. അവരുടെ ചെവിക്കിഴുക്ക് കിട്ടുവാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പല കുസൃതികളും ചെയ്തു കൂട്ടുമായിരുന്നു. ടീച്ചർ ഒന്ന് അടുത്തു വരാൻ, ടീച്ചറിൻ്റെ ആ മണം ഒന്ന് ആസ്വദിക്കാൻ, ടീച്ചറിൻ്റെ കൈയുടെ സ്പർശനം ഒന്നറിയാൻ, ടീച്ചറിൻ്റെ സാരിക്കുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ പൊക്കിൽ ചുഴി ഒന്ന് കാണുവാൻ. ഇതൊക്കെയായിരുന്നു കുറേയൊക്കെ കണക്കറിയാമെങ്കിലും എന്നെ പലപ്പോഴും കണക്ക് തെറ്റിച്ചിരുന്നത്. ഇനി ഒരാളെ കൂടി ഞാൻ പരിചയപ്പെടുത്താം. അത് മറ്റാരുമല്ല, മേഴ്സി ചെറിയാൻ എന്ന എൻ്റെ സഹപാഠി. ഞങ്ങളെല്ലാം ഒരേ ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്. കണക്കിൽ വളരെയേറെ മുന്നിലായിരുന്ന മേഴ്സിയെ ടീച്ചർക്ക് വലിയ സ്നേഹവും കരുതലുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ ഒരു നിത്യ സന്ദർശകയായിരുന്നു മേഴ്സി. ഒരു സുഹൃത്ത് ബന്ധം എന്നതിൽ കവിഞ്ഞ് ഞങ്ങൾ തമ്മിൽ മറ്റു ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വരെ. ഇംഗ്ലീഷിൽ വളരെ പിന്നിലായിരുന്ന മേഴ്സി നോട്ട്സുകൾ വാങ്ങാൻ വേണ്ടിയാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നത്. ഒരിക്കൽ എൻ്റെ മാതാപിതാക്കൾ പഴനിയിൽ പോയപ്പോൾ 2 ദിവസം വീട്ടിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് വൈകുന്നേരം ചങ്ക് തന്നൊരു കിടിലൻ വീഡിയോ കാണാൻ മുറിയിൽ കയറി വാതിലടച്ചു. കാണാൻ തുടങ്ങിയപ്പോൾ മേഴ്സി എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ വേഗം വസ്ത്രം മാറ്റി വെളിയിൽ വന്നപ്പോൾ മേഴ്സി മുറ്റത്ത് നിൽക്കുന്നു. എൻ്റെ മാതാപിതാക്കൾ പഴനിക്ക് പോയ സമയം ഇവൾ ഒറ്റയ്ക്ക് എങ്ങനെ ഇവിടെ വന്നു എന്ന് എനിക്ക് ആശ്ചര്യം തോന്നി. മിടിയും ടോപ്പും അണിഞ്ഞു വന്ന് അവളെ കണ്ടപ്പോൾ അന്ന് ആദ്യമായി എനിക്ക് എന്തൊക്കെയോ തോന്നാൻ തുടങ്ങി. അന്ന് വരെ അവൾ സൂട്ട്സ് മാത്രം ധരിച്ചുകൊണ്ടാണ് വീട്ടിൽ വന്നിരുന്നത്. അവളുടെ കനത്ത തുടകളുടെ പകുതി വെളിയിൽ കാണാമായിരുന്നു. അപ്പോൾ ഉണർന്നെണീറ്റതുപോലെ അവളുടെ കണ്ണുകൾ മയങ്ങിക്കിടന്നിരുന്നു. എന്തോ കാര്യം പറയാതെ മനസ്സിൽ ഒളിപ്പിച്ചതുപോലെ ആയിരുന്നു അപ്പോൾ അവളുടെ നോട്ടവും ഭാവവുമൊക്കെ. എനിക്കപ്പോൾ പലതരത്തിലുള്ള സംശയങ്ങൾ തോന്നി. നീ ഇന്നെന്താ പ്രത്യേക വേഷത്തിൽ? അതിന് മറുപടി പറയാതെ അവൾ എന്നെ നോക്കി. എന്നിട്ട് അവളുടെ മിടി താഴോട്ട് പിടിച്ചിടുവാൻ ഒരു ശ്രമം നടത്തി. വേണ്ട, കൂടുതൽ കഷ്ടപ്പെടുന്നത് എന്തിനാ? അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു. എൻ്റെ നോട്ടം സഹിക്കാതെ അവൾ താഴോട്ട് നോക്കി നിന്നു. ഇന്ന് എന്ത് നോട്ട്സാണ് വേണ്ടത്? എനിക്ക് നോട്ട്സ് ഒന്നും വേണ്ട. മമ്മിയും പപ്പായും ഇവിടെ ഇല്ലെന്നറിയുമോ? ഞാൻ അവരെ കാണാനല്ല വന്നത്, അവൾ പരിഭവിച്ചു. പിന്നെ ആരെയാ കാണേണ്ടത്, എന്നെയാണോ? അവൾ അതിനുത്തരം പറഞ്ഞില്ല. ഞാൻ ഒന്നുകൂടി അവളുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ അടുത്ത് ചെന്നപ്പോൾ അവളുടെ ശ്വാസോച്ഛ്വാസം എനിക്ക് കേൾക്കാമായിരുന്നു. എനിക്ക് അവളുടെ മനോഭാവം എന്താണെന്ന് മനസ്സിലായി. വരൂ, നമുക്കകത്തിരുന്ന് സംസാരിക്കാം. യാതൊരു സങ്കോചവും കൂടാതെ മേഴ്സി അകത്തേക്ക് വന്നു. ഇനി ഞാൻ നിസ്സാരമായൊരു ചോദ്യം നിന്നോട് ചോദിക്കാം. നീ എന്നെക്കൊണ്ട് മറ്റേ പണി എടുപ്പിക്കാൻ തയ്യാറെടുത്ത് വന്നതല്ലേ? അവളൊന്ന് ചമ്മിയെങ്കിലും മൗനം സമ്മതം എന്നർത്ഥത്തിൽ തല കുനിച്ച് നിന്നതേയുള്ളൂ. ഞാൻ അവളുടെ തല ഉയർത്തി ചുണ്ടുകളിൽ ഉമ്മ വെച്ചു. റോസാപ്പൂ പോലെ മൃദുലവും സുന്ദരവുമായിരുന്നു അവളുടെ ചുണ്ടുകൾ. എൻ്റെ ചുംബനം അവൾ ആവേശത്തോടെ ഉൾക്കൊണ്ടു. നല്ലൊരവസരത്തിൽ തന്നെയാണ് അവൾ വന്നത്. എന്തായാലും നീ വന്നത് നല്ല സമയത്ത് തന്നെയാണ്. ഞാനൊന്ന് മിനുങ്ങാൻ തുടങ്ങുമായിരുന്നു. ഒരു സാധനം എൻ്റെ ഫോണിലുണ്ട്. പോ അവിടുന്ന്, വൃത്തികേട് പറയാതെ. അതൊക്കെ അവളുടെ അടവാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താ, നീ ഒന്നും ചെയ്യാറില്ലേ? അതിനുത്തരമായി അവൾ ചുണ്ട് കടിച്ച് ഒരു വഷളം ചിരിച്ചിരിച്ചു. എവിടെ ആ വീഡിയോ? ഞാനൊന്ന് കാണട്ടെ. ഞാൻ വളരെ സന്തോഷത്തോടെ ആ വീഡിയോ അവളെ കാണിച്ചു. അതിലെ ചെക്കനും പെണ്ണും ബർത്ത്ഡേ കേക്ക് മുറിച്ച് ജന്മദിനം ആഘോഷിക്കുന്ന വീഡിയോ ആയിരുന്നു അത്. പെണ്ണിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അവൻ പിന്നീട് അവൾക്ക് കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു ആ വീഡിയോ മുഴുവൻ. ഇതൊക്കെ കണ്ട് ഞങ്ങൾക്കങ്ങ് മൂടായി. പിന്നീട് ആ വീഡിയോയിൽ കണ്ടതിനേക്കാൾ വെല്ലുന്ന ആഘോഷമാണ് ഞാനും അവളും കൂടെ എൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയത്. എനിക്കിത്രയും ധൈര്യം അപ്പോൾ ഉണ്ടായതിൽ എനിക്ക് തന്നെ അത്ഭുതം തോന്നി.
ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഐ ലവ് യു ശ്രീ, അവൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാം കഴിഞ്ഞു പോകാൻ നേരം എൻ്റെ കവിളിലും കഴുത്തിലും ചുണ്ടിലുമെല്ലാം അവൾ മാറി മാറി അമർത്തി ചുംബിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പീരീഡായിരുന്നു പത്മ ടീച്ചറിൻ്റെ. എൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളും എല്ലാ നിയന്ത്രണങ്ങളും ടീച്ചറിന് മുന്നിൽ നഷ്ടപ്പെടുകയായിരുന്നു. മലയാളികളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ബംഗാളി സ്റ്റൈലായിരുന്നു ടീച്ചർക്ക്. എന്നാലും നമ്മുടെ പഴയ സിനിമാ നടി പത്മിനിയുടെ ഒരു അഴകും മുഖഭംഗിയുമായിരുന്നു ടീച്ചർക്ക്. അരക്കെട്ടിനോട് ചേർന്ന് ഒട്ടിക്കിടക്കുന്ന അടിവയറും സാരിക്കുള്ളിൽ കൂടി കുറേയൊക്കെ തെളിഞ്ഞു കാണാവുന്ന കനത്ത കാൽത്തുടകളും തിരിഞ്ഞു നിന്ന് ബോർഡിൽ ചോക്ക് കൊണ്ട് എഴുതുമ്പോൾ കാണപ്പെടുന്ന പിന്നഴകും ഇടതൂർന്ന് താഴോട്ട് വളർന്നു കിടക്കുന്ന മുടിയിഴകളും എല്ലാം ഞാൻ സ്വപ്നത്തിൽ പോലും കാണുമായിരുന്നു. ഒരു ദിവസം എന്നോട് ചേർന്ന് രണ്ടാമതിരുന്ന മുകേഷിൻ്റെ ചെവിയിൽ ടീച്ചർ പിടിച്ചപ്പോൾ ടീച്ചർക്ക് അല്പം കുനിയേണ്ടി വന്നു. ടേബിളിന് മുകളിൽ വെച്ചിരുന്ന എൻ്റെ കൈയുടെ പുറത്ത് അപ്പോൾ ടീച്ചറിൻ്റെ ദേഹം അമരുകയും സീൻ ഞാൻ കാണുകയും ചെയ്തു. വല്ലാത്തൊരനുഭൂതിയായിരുന്നു അന്ന് ഞാൻ അനുഭവിച്ചത്. ഞാൻ ടീച്ചർ അറിയാതെ ടീച്ചറിൻ്റെ ശരീരത്തിൽ നിന്നും വമിച്ച മാദക ഗന്ധം മൂക്കിലേക്ക് വലിച്ചു കയറ്റി. പത്മ ടീച്ചറിൻ്റെ യഥാർത്ഥ സ്പർശന സുഖം അന്നാണ് ഞാൻ അറിഞ്ഞത്. പത്മ ടീച്ചർ ഉച്ചതിരിഞ്ഞുള്ള ഏതെങ്കിലും ഒരു പീരീഡിലായിരുന്നു ക്ലാസ്സിലെത്തുന്നത്. ക്ലാസ്സിലെത്തിയാൽ ടീച്ചർ ആദ്യം നോക്കുന്നത് അപ്പുറത്തെ ക്ലാസ്സിലേക്കാണ്. അപ്പുറത്തെ ക്ലാസ്സിൽ മലയാളം പഠിപ്പിക്കുന്ന എബ്രഹാം സാറാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ടീച്ചർക്ക് ഭയങ്കര ദേഷ്യമാണ്. അയാൾ ഇടമതിലിൽ കൂടി ഇടയ്ക്കിടയ്ക്ക് ടീച്ചറെ ശ്രദ്ധിക്കുകയും പഠിപ്പിക്കുന്ന രീതിയിൽ കമൻറ്റുകൾ പാസ്സാക്കുകയും ചെയ്തിരുന്നു. ചങ്ങമ്പുഴയുടെ കവിതകളിൽ ഒളിഞ്ഞു കിടക്കുന്ന സ്ത്രീവർണ്ണനകളായിരുന്നു അയാൾ കൂടുതലും കമൻ്റായിട്ട് പാടിവിടുന്നത്. ഒരു ദിവസം അയാൾ പഠിപ്പിക്കുന്നതിനിടയിൽ കനങ്കച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി എന്നുള്ള വരി വായിക്കുമ്പോൾ ഒരുപക്ഷെ ചങ്ങമ്പുഴയുടെ പോലും കണക്ക് കൂട്ടലുകൾ എല്ലാം തെറ്റിക്കാണും. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ടീച്ചർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും ഉണ്ടാവുക. ആ ദേഷ്യം താൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളിലായിരിക്കും ടീച്ചർ തീർക്കുക. ഒരു ദിവസം എബ്രഹാം സാർ എന്തോ പാടിയതിന് എന്നെ അടുത്ത് വിളിപ്പിച്ചു. എൻ്റെ ചെവിക്കിട്ട് നന്നായി കിഴുക്കി. വേദനിച്ചെങ്കിലും അതൊരു സുഖമുള്ള വേദനയായിരുന്നു. അന്ന് ടീച്ചറുടെ സാരി നീങ്ങിക്കിടന്നപ്പോൾ ആ സുന്ദരമായ വയറിലേക്ക് ഞാൻ ഇമ വെട്ടാതെ നോക്കി നിന്നു. എൻ്റെ ആഴ്ന്നിറങ്ങുന്ന നോട്ടത്തിൽ ടീച്ചർ ചൂളിപ്പോയി. ടീച്ചർ പെട്ടെന്ന് തന്നെ വയറ് സാരിയും കൊണ്ട് പൊത്തിപ്പിടിച്ചു. അതുകൊണ്ട് തന്നെ അധികം നേരം എന്നെ അവിടെ നിർത്താതെ ടീച്ചർ തിരിച്ചു വിട്ടു. അതിനുശേഷം ടീച്ചർക്ക് എന്നെ കാണുമ്പോൾ മുഖത്തൊരു ചെറിയ മന്ദഹാസവും നാണവുമൊക്കെ തോന്നാൻ തുടങ്ങി. ടീച്ചർ എൻ്റെ സ്വപ്നങ്ങളിലെ നായികയാവുകയായിരുന്നു. പത്മ ടീച്ചറിൻ്റെ വീട്ടിലേക്ക് എൻ്റെ വീട്ടിൽ നിന്നും അധികം ദൂരമൊന്നുമില്ല. 5 മിനിറ്റ് നടന്നാൽ അവരുടെ വീട്ടിലെത്തും. ഭർത്താവും കുഞ്ഞും പിന്നെ അവരുടെ അമ്മയും അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു ടീച്ചറിൻ്റേത്. അവരുടെ ഭർത്താവ് വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ നാട്ടിൽ വരാറുണ്ടായിരുന്നുള്ളൂ. കണക്ക് പഠിപ്പിക്കുവാനായി ടീച്ചറിൻ്റെ വീട്ടിൽ തന്നെ ഒരു എക്സ്ട്രാ ട്യൂഷൻ ക്ലാസ് സെൻറ്റർ ഉണ്ട്. ആഴ്ചയിൽ 4 ദിവസവും പരീക്ഷ എടുക്കുന്ന സമയത്ത് ശനിയും ഞായറും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. എൻ്റെ പപ്പ മാത്തമാറ്റിക്സിൻ്റെ കാര്യം എടുത്തിട്ട് എന്നെ ദിവസവും തെറി പറയുമായിരുന്നു. അങ്ങനെയാണ് പപ്പയുടെ നിർബന്ധപ്രകാരം ഞാൻ പത്മ ടീച്ചറിൻ്റെ വീട്ടിൽ ട്യൂഷന് പോവാൻ തുടങ്ങിയത്. പപ്പ കൂടുതൽ ഫീസ് വാഗ്ദാനം ചെയ്തായിരുന്നു ടീച്ചറിൻ്റെ വീട്ടിൽ കണക്ക് പഠിക്കാൻ എന്നെ ഏർപ്പാടാക്കിയത്. ഇതിൽ പരം എനിക്ക് സന്തോഷം പകരുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ടീച്ചർ വീട്ടിൽ ചെല്ലുമ്പോൾ സാരിയൊക്കെ മാറ്റി ഒരു മാക്സിയും ഇട്ടാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിരുന്നത്. ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും ചിഞ്ചുവും സന്തോഷും അനുവും മാത്രമായിരുന്നു ടീച്ചറിൻ്റെ വിദ്യാർത്ഥികൾ. അവർ 3 പേരും കുട്ടികളായിരുന്നു. മുതിർന്നത് ഞാൻ മാത്രം. അതിൽ ഞാൻ മാത്രമേ ടീച്ചർ പഠിപ്പിക്കുന്ന കോളേജിൽ പഠിച്ചിരുന്നുള്ളൂ. മറ്റവർ 3 പേരും വേറെ കോളേജുകളിലായിരുന്നു പഠിച്ചിരുന്നത്. അവർ ദൂരെ നിന്നും വരുന്നതിനാൽ പലപ്പോഴും ലേറ്റായോ വരാതിരിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു.
മാക്സി ധരിക്കുമ്പോൾ ടീച്ചറെ കാണാൻ വളരെ ഭംഗിയാണ്. മാക്സി അളവിൽ തയ്പ്പിച്ചിടുന്നുകൊണ്ട് ടീച്ചറുടെ അങ്കലാവണ്യം അറിയാമായിരുന്നു. ടീച്ചറെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും എനിക്ക് നേരെ അവർ കണ്ണെറിയുമായിരുന്നു. ടീച്ചർക്ക് അകാരണമായി എന്നോട് എന്തോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കാൻ ചെന്നതിന് ശേഷം ക്രമേണ മാക്സി ഉപേക്ഷിച്ച് മുട്ടിനൽപ്പം താഴെ കിടക്കുന്ന പാവാടയും ടീഷർട്ടും ധരിച്ചാണ് അവർ പഠിപ്പിക്കാൻ എത്തിയത്. ടീച്ചർ എൻ്റെ സ്വപ്നങ്ങളിലെ നായികയാവുകയായിരുന്നു. അന്നൊക്കെയുള്ള എൻ്റെ രാത്രികൾ സ്വപ്നങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ ടീച്ചറുടെ വീട്ടിൽ ചെന്നപ്പോൾ ടീച്ചർ ഒരുങ്ങി കാറിലിരിക്കുകയായിരുന്നു. എന്നെ കണ്ടപ്പോഴേക്കും കാറിൽ കയറിയിരിക്കാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ഞാൻ അവരോടൊപ്പം മുൻസീറ്റിൽ തന്നെ കാറിലിരുന്നു. ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ടീച്ചർ പെട്ടെന്ന് എൻ്റെ കയ്യിൽ പിടിച്ചു. അപ്രതീക്ഷിതമായി ടീച്ചർ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് വല്ലാത്ത സുഖമാണ് അനുഭവപ്പെട്ടത്. ഞാൻ ടീച്ചറെ നോക്കിക്കൊണ്ട് അല്പനേരം ഇരുന്നു. എവിടെയൊക്കെയോ കൂടി ടീച്ചർ വണ്ടി ഓടിച്ച് ഒരു മലമ്പ്രദേശത്തെത്തി. അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് എന്നെ കാറിൽ നിന്നിറക്കി കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവിടെ കണ്ട ഒരു ചെറിയ പലകയടിച്ച വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ പ്രദേശത്തെങ്ങും മറ്റാരും ഉണ്ടായിരുന്നില്ല. 4 പാടും വനംപ്രദേശമായിരുന്നു. ടീച്ചർ എന്നെ ആ വീടിൻ്റെ ഒരു മുറിയിൽ കൂട്ടിക്കൊണ്ടുപോയി വാതിലടച്ചു. പിന്നീട് ടീച്ചർ എന്നെ കെട്ടിപ്പിടിച്ച് പൊക്കിയെടുത്ത് ബെഡിലേക്കിട്ടു. എന്നിട്ട് എൻ്റെ മുകളിലേക്ക് ചാടി വീണ് എന്നെ ചുംബിക്കാൻ തുടങ്ങി. ഞാൻ പതിയെ ഒച്ച വയ്ക്കാൻ തുടങ്ങി. ടീച്ചർ എൻ്റെ കഴുത്തിൽ ടീച്ചറിൻ്റെ 2 കൂർത്ത പല്ലുകൾ ഇറക്കി. എൻ്റെ കഴുത്തിൽ നിന്ന് രക്തം ചീറ്റി. ഞാൻ അവിടെ നിന്ന് നിലവിളിച്ചു. ഞാൻ നിലവിളിക്കുന്ന ശബ്ദം കേട്ട് എൻ്റെ പപ്പ എവിടെ നിന്നോ ഓടി വന്ന് എൻ്റെ കയ്യിൽ പിടിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന പാത്രത്തിൽ നിന്നും എൻ്റെ മുഖത്തേക്ക് വെള്ളമൊഴിച്ചു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് വെറും ഒരു സ്വപ്നമായിരുന്നു എന്ന്. ഞാൻ ഞെട്ടി ഉണർന്നപ്പോൾ പപ്പ എന്നെ കുറേ ശകാരിച്ചതിന് ശേഷം അവിടെ നിന്നും പോയി. ആ സ്വപ്നം പോലും എനിക്ക് വളരെ മധുരമായി തോന്നി. കാരണം ഞാൻ അത്രത്തോളം ടീച്ചറെ ഇഷ്ടപ്പെട്ടിരുന്നു. ടീച്ചർ കുളിക്കുന്ന ബാത്റൂമിൻ്റെ മണം പിടിച്ച് പലപ്പോഴും ഞാൻ അവരുടെ കുളിസീൻ കാണാൻ പഴുതുകൾ നോക്കുമായിരുന്നു. അതിബുദ്ധിപതിമായ ടീച്ചർ യാതൊരു പഴുതുകളും ബാത്റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ടീച്ചർ അതിബുദ്ധിമതി എന്ന് പറയാൻ കാരണം മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന ഏതൊരു ടീച്ചറിനും വളരെ ബുദ്ധിയും അതിനോടൊക്കെ താല്പര്യം കൂടുതലുമാണെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ടീഷർട്ടും പാവാടയും ധരിച്ചു വന്ന ടീച്ചർ എന്നെ വല്ലാതെ അലോസരപ്പെടുത്തി. ടീച്ചറെ ആ വേഷത്തിൽ കാണാൻ ഒന്നുകൂടി ഭംഗിയുള്ളവളായി തോന്നി. ഞാൻ ടീച്ചറുടെ വീട്ടിൽ ഒരു അംഗത്തെ പോലെയായി. ടീച്ചർക്ക് ആവശ്യമുള്ള പല സാധനങ്ങളും ഞാനായിരുന്നു ട്യൂഷന് ശേഷം മാർക്കറ്റിൽ നിന്നും വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുന്നത്. അതിനുശേഷം ക്ലാസ്സിൽ ചെന്നാലും ടീച്ചർ എന്നെ ചെവിക്ക് കിഴിക്കില്ലായിരുന്നു. അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ സങ്കടം. പരീക്ഷ അടുത്ത സമയത്ത് ടീച്ചർ ശനിയും ഞായറും എക്സ്ട്രാ ക്ലാസ്സുകൾ വയ്ക്കാൻ തുടങ്ങി. ആ എക്സ്ട്രാ ക്ലാസ്സുകളിൽ കൂടി ടീച്ചർക്ക് നല്ല വരുമാനം കിട്ടുമായിരുന്നു. അതിനവർ വേറെ ഫീസായിരുന്നു വാങ്ങിയിരുന്നത്. ആ എക്സ്ട്രാ ക്ലാസ്സുകൾക്ക് ഞാൻ രാവിലെ 7 മണിയാകുമ്പോഴേക്കും പോകും. ഭക്ഷണമൊക്കെ ടീച്ചറിൻ്റെ വീട്ടിൽ നിന്ന്. വൈകിട്ട് തിരിച്ചു വരുന്നതും അതേ സമയത്ത്. ടീച്ചറിൻ്റെ വീട്ടിൽ പോകുന്നത് കൊണ്ട് വീട്ടിൽ ആർക്കും പരിഭവമോ പരാതിയോ ഒന്നുമില്ലായിരുന്നു. ഞാൻ എപ്പോൾ വന്നാലും അച്ഛനോ അമ്മയോ ഒന്നും ചോദിക്കില്ലായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും അവർ ഫോണിൽ കൂടി ടീച്ചറിനോട് രഹസ്യമായി ചോദിച്ചറിയുമായിരുന്നു. ഒരു വെള്ളിയാഴ്ച ടീച്ചറിൻ്റെ കാറിൽ ഞാനും ടീച്ചറും കൂടി മാർക്കറ്റിൽ പോയി. പരീക്ഷാ സമയമല്ലാതിരുന്നതിനാൽ ശനി ഞായർ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നില്ല. അന്നത്തെ ദിവസം ഞങ്ങൾ മാർക്കറ്റിലൊക്കെ കറങ്ങിയടിച്ച് സിനിമയും കണ്ടിട്ടാണ് പോരുന്നത്. അപ്പോഴാണ് ടീച്ചർ വെളിപ്പെടുത്തിയത് നേരത്തെ തന്നെ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നുവെന്ന്. തിയേറ്ററിൽ ഏറ്റവും ബാക്കിലുള്ള കോർണറിലുള്ള സീറ്റിലായിരുന്നു ഞങ്ങൾ 2 പേരും ഇരുന്നത്. ഭിത്തിയോട് ചേർന്നുള്ള സീറ്റിൽ ഞാനും അതിനടുത്ത് ടീച്ചറും. ഹാളിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സിനിമ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അറിയാത്ത രീതിയിൽ ടീച്ചറുടെ തുടയിൽ കൈവച്ചു. ടീച്ചർ ഒന്നും പ്രതികരിച്ചില്ല. എന്നാൽ എൻ്റെ കൈ മുറുക്കിയപ്പോൾ ടീച്ചർ കൈയെടുത്ത് മാറ്റിയിട്ടൊരു കാര്യം പറഞ്ഞു.
തിയേറ്ററിനുള്ളിൽ CCTV ക്യാമറയുണ്ട്, സൂക്ഷിക്കണം. അത് കേട്ട് എനിക്ക് ധൈര്യം കൂടിയതേയുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്തത് ടീച്ചർക്ക് ഇഷ്ടപ്പെട്ടു എന്ന കാര്യം എനിക്ക് ബോധ്യമായി. CCTV ക്യാമറ ഉള്ള വിഷമം മാത്രമേ ടീച്ചർക്കുള്ളൂ എന്നും എനിക്ക് മനസ്സിലായി. എന്നാൽ പിന്നീടുണ്ടായതാണ് എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ടീച്ചർ സിനിമയൊന്നും കാണാനല്ല എന്നോടൊപ്പം വന്നതെന്ന്. ടീച്ചർ അങ്ങനെ ഇരുന്നിരുന്ന് ഉറങ്ങി എൻ്റെ പുറത്തേക്ക് വീണു. CCTV ഉള്ളത് കാരണം ഞാൻ ടീച്ചറെ എടുത്തു മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ ടീച്ചറുണ്ടോ വിടുന്നു. ടീച്ചർ എൻ്റെ പുറത്തേക്ക് തന്നെ ചാരിക്കിടന്നു. ഉറങ്ങുകയായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ പിന്നീട് ഞാൻ CCTV ക്യാമറയുടെ കാര്യമൊക്കെ മറന്ന് ടീച്ചറെ കെട്ടിപ്പിടിച്ചാണ് പടം കഴിയുന്നിടം വരെ തിയേറ്ററിലിരുന്നത്. പറഞ്ഞറിയിക്കാനാവാത്ത സുഖവും സന്തോഷവുമാണ് ടീച്ചറിൽ നിന്ന് ആ തിയേറ്ററിനുള്ളിൽ വെച്ച് അന്ന് എനിക്ക് കിട്ടിയത്. അന്ന് ഞങ്ങൾ വൈകിയാണ് വീട്ടിലെത്തിയത്. വീട്ടിലെത്തിയപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞിട്ട് പോകാനൊരുങ്ങി. ടീച്ചറെ, ഞാൻ പോകട്ടെ, നാളെ വരാം. അത്രയ്ക്ക് ധൃതി വെക്കാതടാ, വന്നതല്ലേ ഉള്ളൂ, കുറേ കഴിഞ്ഞിട്ട് പോകാം. എങ്കിൽ ഞാൻ കുളി കഴിഞ്ഞിട്ട് വരാം. എന്താ ഇവിടെ കുളിച്ചാ? എനിക്ക് ഡ്രസ്സൊക്കെ മാറണ്ടേ? എങ്കിലൊരു കാര്യം ചെയ്, നീ പോയി കുളിച്ചിട്ട് വേഗം വാ. ഞാൻ ഇനിയും വരണോ ടീച്ചറെ? പോയിട്ട് വേഗം വാടാ, ഇന്നിവിടെ കിടക്കാം. എൻ്റെ നെഞ്ചിലൊരു ഉൾപ്പൊട്ടലുണ്ടായി. എൻ്റെ അഭിലാഷം സഫലമാകുമോ? അത് വീട്ടിൽ നിന്നും വിടില്ലല്ലോ. അക്കാര്യം ഓർത്ത് നീ പേടിക്കണ്ട. വീട്ടിൽ ചെന്ന് കുളി കഴിഞ്ഞപ്പോഴാണ് അമ്മ വിളിച്ച് പറഞ്ഞത് നീ ഇന്ന് ടീച്ചറിൻ്റെ വീട്ടിൽ പോയി കിടക്കണമെന്ന്. എന്തിനാ അമ്മേ ഞാൻ അവിടെ പോയി കിടക്കുന്നത്? ശ്രീ, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഈ അമ്മയെ കൊണ്ട് ഞാൻ തോറ്റു. അമ്മ അതിന് ഉത്തരവൊന്നും പറഞ്ഞില്ല. അങ്ങനെ അന്നത്തെ ദിവസം ടീച്ചറിൻ്റെ വീട്ടിലാണ് ഞാൻ കിടന്നത്. ഞാൻ ആഗ്രഹിക്കാത്ത പലതുമാണ് അന്ന് അവിടെ സംഭവിച്ചത്. അതുപോലെ ഒരു രാത്രി ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. ഇവിടെ ചേച്ചിയുടെ അമ്മായിയമ്മയും കുഞ്ഞും ഒരു മുറിയിൽ കിടന്നു. എനിക്ക് മറ്റൊരു മുറി ടീച്ചർ ഒരുക്കി തന്നു. നീ കിടന്നോ, വാതിലിന് കുറ്റിയിടണ്ട എന്ന് ടീച്ചർ പറഞ്ഞപ്പോഴാണ് എനിക്ക് ശ്വാസം വീണത്. അതിനർത്ഥം മറ്റെന്തൊക്കെയോ ആണ്. ഞാൻ വാതിൽ ചാരി ലൈറ്റ് ഓഫാക്കി കിടന്നു. എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. ടീച്ചറിൻ്റെ രൂപം എൻ്റെ മനസ്സിൽ കൂടി കിടന്ന് തുള്ളിക്കളിക്കാൻ തുടങ്ങി. നേരത്തിനൊപ്പം ഞാൻ ഉറങ്ങാതെ കിടന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഒരു ബോട്ടിലിൽ വെള്ളവുമായി പത്മ ടീച്ചർ ഞാൻ കിടന്ന മുറിയുടെ അടുത്തേക്ക് വന്നു. അതുവരെ ശ്വാസം പിടിച്ച് കിടക്കുകയായിരുന്നു ഞാൻ. ടീച്ചർ അകത്ത് വന്നപ്പോൾ എൻ്റെ നെഞ്ചിടിപ്പ് കൂടി. ഒരു സുഖമുള്ള നെഞ്ചിടിപ്പായിരുന്നു അത്. വളരെ സുതാര്യമായൊരു നൈറ്റിയായിരുന്നു ടീച്ചർ ധരിച്ചിരുന്നത്. പടി കടന്ന് അകത്തേക്ക് വന്നപ്പോൾ നിഴൽ പോലെ ടീച്ചറുടെ വലിയ തുടകൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. അകത്ത് പ്രവേശിച്ച ടീച്ചർ ലൈറ്റ് ഓൺ ചെയ്തു. ശ്രീകുട്ട, ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? ഞാനപ്പോൾ ഞെട്ടി ഉണർന്ന പോലെ എഴുന്നേറ്റ് അവനെ നോക്കി. നിനക്കുറക്കം വരുന്നോ? സമയം 8:30 ആയതേ ഉള്ളൂ. ടീച്ചർ എന്നോടൊപ്പം എൻ്റെ അടുത്ത് വന്നിരുന്നു. ശ്രീകുട്ട, ഞാനും നിന്നോടൊപ്പം ഇവിടെ കിടന്നോട്ടെ. എൻ്റെ മനസ്സിൽ മധുരമുള്ളൊരു ഞെട്ടലാണ് അപ്പോൾ ഉണ്ടായത്. അന്ന് വരെ ശ്രീകുമാർ എന്ന് മാത്രം വിളിച്ചിരുന്ന ടീച്ചർ എന്നെ ആദ്യമായാണ് ശ്രീകുട്ട എന്ന് മധുരത്തോടെ വിളിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് വളരെ സുഖകരമായൊരു അനുഭൂതിയാണ് തന്നത്. ടീച്ചർ സംസാരിക്കുന്നതിനിടയിൽ അവരുടെ ശൃംഗാരം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. തീർച്ചയായും അവർ കാമലോലിതയാണ്. അവർക്കിപ്പോൾ ആവശ്യം ഒരാണിനെയാണ്. അവരെന്നിൽ നിന്നും എന്തൊക്കെയോ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അന്ന് രാത്രി എനിക്ക് തോന്നിയില്ല. അതിനെന്താ ടീച്ചറെ, ടീച്ചർ എൻ്റെ കൂടെ കിടന്നോ? ഇത് ടീച്ചറുടെ വീടല്ലേ? വീട് എൻ്റെ ആണെങ്കിലും അനുവാദമില്ലാതെ എനിക്ക് നിന്നോടൊപ്പം കിടക്കാൻ കഴിയുമോ? എന്നോട് എന്തിനാ ടീച്ചർ അനുവാദം ചോദിക്കുന്നത്? എൻ്റെ വീടായതുകൊണ്ടാണോ നീ അങ്ങനെ പറയുന്നത്? അതോ ആത്മാർത്ഥമായിട്ടുമാണോ? അത് കേട്ട ഞാൻ വീണ്ടും ഞെട്ടി. എന്താ ടീച്ചറെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ടീച്ചറെ ഒരിക്കലും ഞാൻ അന്യമായിട്ട് കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നീ എന്നെ കാണുന്നത്? അത് പിന്നെ ഞാൻ ഉത്തരം പറയാൻ വാക്കുകൾ തേടുകയായിരുന്നു. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു.
ടീച്ചർ എൻ്റെ അടുത്തേക്ക് ഒന്നുകൂടി നീങ്ങിയിരുന്നു. കുറേ നാളായി നീ എൻ്റെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട്. ടീച്ചർ അങ്ങനെ കൂടി പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് കുറേ കൂടി മനസ്സിലാവാൻ തുടങ്ങി. എൻ്റെ ആഗ്രഹം പോലെ തന്നെയായിരുന്നു എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ടീച്ചറിൻ്റെ ഉറക്കം കെടുത്തിയെന്നോ? അങ്ങനെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നീയല്ല തെറ്റ് ചെയ്തത്, എല്ലാം ഞാൻ തന്നെയാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത തെറ്റ്. എൻ്റെ പിടി മുറുകിക്കഴിഞ്ഞിരുന്നു എന്നെനിക്ക് മനസ്സിലായി. ഇവിടെ ഇപ്പോൾ ആധിപത്യം എനിക്കാണെന്നും മനസ്സിലായി. ഞാൻ ടീച്ചറിൻ്റെ മുഖത്തേക്ക് നോക്കി. അവരുടെ മുഖത്ത് പല വിധത്തിലുള്ള വികാരങ്ങൾ മിന്നിമറയുന്നത് ഞാൻ കണ്ടു. അതിസുന്ദരിയായ ടീച്ചറിനെ പഴയകാല സിനിമയിലെ പത്മിനി എന്ന നടിയുമായി ഉപമിക്കാം. ഇതുപോലെ എൻ്റെ അടുത്ത് അവരെ കിട്ടിയത് ഞാനൊരു മഹാഭാഗ്യമായാണ് കണ്ടത്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോവാണ്. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ടീച്ചർ എണീറ്റ് ലൈറ്റ് കെടുത്തി വാതിലടച്ചിട്ട് പോയി. എനിക്കാകെ വിഷമമായി. കയ്യിൽ കിട്ടിയ അവസരം നഷ്ടപ്പെട്ടു പോയ നിമിഷം. ഞാൻ അവിടെ തന്നെ കുറേ നേരം ഇരുന്നു. പിന്നീട് കിടന്നു. ഉറക്കം വരാതെ ഏറെ നേരം ഞാൻ കട്ടിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. എനിക്ക് ആകെ ഒരു വെപ്രാളമായിരുന്നു. കയ്യിൽ വന്ന മഹാലക്ഷ്മിയെ തൂത്തെറിഞ്ഞതുപോലുള്ള അവസ്ഥ, ഒരു കുറ്റബോധം. എനിക്കങ്ങനെ അധികം നേരം വെറുതെ കിടക്കാൻ പറ്റിയില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റു. മെല്ലെ മെല്ലെ ഞാൻ ടീച്ചറുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. എൻ്റെ നെഞ്ചിടിപ്പ് കൂടി വരികയായിരുന്നു. എങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ടീച്ചർ എന്നെ തെറ്റിദ്ധരിക്കില്ല എന്നുറപ്പുണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോഴേക്കും പത്മ ടീച്ചർ കട്ടിലിൽ കിടന്നിരുന്നു. ഞാൻ ലൈറ്റ് ഓൺ ചെയ്തു. ഭിത്തിയോട് ചേർന്ന് ചുരുണ്ട് കിടക്കുന്നു ടീച്ചർ. ഹോ, എന്തൊരു കിടപ്പാ ടീച്ചർ ഇത്! അത് കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് വാതിലിന് കുറ്റിയിട്ടിട്ട് ടീച്ചറിനൊപ്പം വന്ന് കിടന്നു. ഞാൻ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ടീച്ചറിൽ നിന്നും ഒരു തേങ്ങൽ കേട്ടു. ടീച്ചർ കരയുകയാണോ? ഞാൻ പതുക്കെ കൈ ഉയർത്തി ടീച്ചറുടെ മുഖത്ത് കൊണ്ടുവന്ന് തൊട്ടു നോക്കി. അതെ, ടീച്ചർ കരയുകയായിരുന്നു. ടീച്ചറിൻ്റെ കണ്ണുകൾ നനഞ്ഞിരിക്കുന്നു. ഞാൻ ടീച്ചറെ പിടിച്ച് എനിക്ക് അഭിമുഖമായി കിടത്തി. ടീച്ചറെ എന്തിനാണ് കരയുന്നത്? ഞാൻ കാരണമാണോ ടീച്ചർ കരയുന്നത്? എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചത് നീ എന്നെ പിടിച്ച് നിൻ്റെ കട്ടിലിൽ നിന്നോടൊപ്പം കിടത്തുമെന്നാണ്. അങ്ങനെ ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് വളരെ നിരാശയാണ് തോന്നിയത്. നിരാശ മാത്രമല്ല, നിനക്ക് എന്നോട് ഇഷ്ടമില്ല എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. വീണ്ടും ടീച്ചർ കരയാൻ തുടങ്ങി. എനിക്കാകെ ഒരു മരവിപ്പുണ്ടായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അത് പിന്നെ ടീച്ചറെ, ഞാൻ ഒരിക്കലും ഒരു പെണ്ണിനെ അടുത്തറിയുകയോ സ്വതന്ത്രമായി സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിൻ്റെ മനസ്സെന്താണെന്ന് എനിക്കറിയുകയുമില്ല. ടീച്ചർ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ടീച്ചറിനെ വലിയ ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് വെച്ചാൽ എൻ്റെ മുഖത്തോട്ട് നോക്കിക്കേ. ടീച്ചർ എൻ്റെ എല്ലാമാണ്. ടീച്ചർ ഇല്ലാത്തൊരു നിമിഷം പോലും എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയില്ല. നീ സത്യമാണോ പറയുന്നത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് ടീച്ചർ എൻ്റെ പുറത്തേക്ക് അവരുടെ കൈയെടുത്ത് വെച്ചു. പിന്നീട് ഞാനൊന്നും ആലോചിച്ചില്ല. ടീച്ചറിൻ്റെ ചുണ്ടുകളിൽ ഞാൻ എൻ്റെ ചുണ്ടുകൾ അമർത്തി ചുംബിച്ചു. ടീച്ചറിൽ നിന്നും പ്രതികരണം ഒന്നും ഉണ്ടായില്ല. ഞാൻ വീണ്ടും ടീച്ചറിൻ്റെ കവിളിലും നെറ്റിയിലും കഴുത്തിലുമൊക്കെ ചുംബിച്ചു. ചുംബനം ഇത്ര സുഖമുള്ളൊരനുഭൂതിയാണ് ഉണ്ടാക്കുന്നതെന്ന് ടീച്ചറിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ സുഖം എനിക്ക് മേഴ്സിയിൽ നിന്നും കിട്ടിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് മേഴ്സിയോട് തോന്നിയത് വെറും താൽക്കാലിക ആകർഷണം മാത്രമായിരുന്നു. ടീച്ചറിൻ്റെ മുഖത്തൊലിച്ചിറങ്ങിയ കണ്ണുനീരെല്ലാം ഞാൻ ഒപ്പിയെടുത്തു. ടീച്ചറിൻ്റെ തേങ്ങൽ നിലയ്ക്കാൻ തുടങ്ങി. ഞാൻ കൈകൊണ്ട് ടീച്ചറിൻ്റെ മുഖം തുടച്ച് വൃത്തിയാക്കി. ടീച്ചർ, ഐ ലവ് യു. ഞാൻ രണ്ടും കൽപ്പിച്ച് ടീച്ചറിനോട് പറഞ്ഞു. അതിന് മറുപടിയായി ടീച്ചർ എന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ ചെയ്തതുപോലെ തന്നെ എൻ്റെ മുഖത്തെല്ലാം ചുംബിക്കാൻ തുടങ്ങി. വലിയ ആവേശത്തിലായിരുന്നു ടീച്ചർ അങ്ങനെ ചെയ്തത്. പതുക്കെ അവരുടെ കൈകൾ എൻ്റെ ശരീരത്തിൽ മുറുകാൻ തുടങ്ങി. വല്ലാത്തൊരു സുഖമായിരുന്നു എനിക്കപ്പോൾ അനുഭവപ്പെട്ടത്. ഞാൻ ടീച്ചറിൻ്റെയും ടീച്ചർ എൻ്റെയുമായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് എനിക്ക് ഉറപ്പായി. ശ്രീകുട്ട, നിനക്കെന്നെ വലിയ ഇഷ്ടമാണോ?
ഇഷ്ടമാണോ എന്നോ? എൻ്റെ പൊന്നു ടീച്ചറെ, ഞാൻ ടീച്ചറിനെ എൻ്റെ ജീവനെ പോലെ സ്നേഹിക്കുന്നു. എത്രയോ നാളായി ഞാനത് മനസ്സിൽ കൊണ്ടു നടക്കുന്നതാണെന്ന് ടീച്ചറിന് അറിയാമോ? മതി, എനിക്കത് കേട്ടാൽ മതി. കുറേ ദിവസങ്ങളായി എൻ്റെ മനസ്സിൽ കിടന്ന് വെന്തുരുകുന്ന തീയാണ് നീ. അന്ന് രാത്രി മുഴുവൻ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഞാൻ ഉണർന്നപ്പോൾ ടീച്ചറെ കിടക്കയിൽ കണ്ടില്ല. അപ്പോൾ എനിക്ക് തലേന്ന് രാത്രിയിൽ നടന്ന കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു. എനിക്കിപ്പോഴും അത് വിശ്വസിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയാത്തതാണ് ഇന്നലെ രാത്രിയിൽ സംഭവിച്ചത്. ടീച്ചറെ പോലൊരു മാദകത്തിടമ്പിനെ സ്വന്തമാക്കാൻ കഴിയുക, ഇതിൽ പരം എന്തു ഭാഗ്യമാണ് എനിക്ക് കിട്ടാനുള്ളത്. അത് ആലോചിക്കും തോറും മനസ്സിന് വല്ലാത്തൊരു കുളിര്. ടീച്ചറെ കാണുവാൻ എനിക്ക് തിടുക്കമായി. ഞാൻ എണീറ്റ് അടുക്കളയിലേക്ക് ചെന്നു. ടീച്ചർ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ വരാന്തയിൽ വന്ന് പത്രമെടുത്ത് വായിക്കാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ടീച്ചറും ചായയുമായി അവിടെ വന്നു. ഞാൻ ടീച്ചറുടെ മുഖത്തേക്ക് നോക്കി. ടീച്ചറിൻ്റെ മുഖത്ത് പ്രണയം വിടർന്നു നിൽക്കുന്ന ഒരു പുഞ്ചിരി കാണാമായിരുന്നു. എന്നെ അവർ ആവാഹിച്ചെടുക്കുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒരപ്സരസാണോ എന്ന് പോലും എനിക്ക് തോന്നി. കുമാരസംഭവം സിനിമയിലെ പ്രിയ സഖി ഗംഗെ എന്ന് പാടി അഭിനയിച്ച പത്മിനിയെപ്പോലെ ഇരിക്കുന്ന എൻ്റെ സുന്ദരിയായ ടീച്ചർ എൻ്റെ മാത്രമെന്ന് ഞാൻ അവരെ മനസ്സിൽ ഉറപ്പിച്ചു. ടീച്ചറും എനിക്ക് അഭിമുഖമായി കസേരയിലിരുന്ന് ചായ കുടിച്ചു. 1000 കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നെങ്കിലും ഞങ്ങളൊന്നും മിണ്ടാതെ പരസ്പരം നോക്കിയിരുന്നു. ഞങ്ങളുടെ 2 പേരുടെയും കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഥകൾ പറയുന്നുണ്ടായിരുന്നു. അപൂർവമായ ഒരു അനുരാഗത്തിൻ്റെ കഥ. എനിക്ക് ടീച്ചറിൻ്റെ അടുത്ത് നിന്നും മാറാൻ തോന്നിയില്ല. അങ്ങനെ അവരെ കണ്ടുകൊണ്ട് എത്ര നേരം നോക്കിയിരുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. വീട്ടിൽ നിന്നും ഫോൺ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് 2 പേർക്കും ബോധമുണ്ടായത് തന്നെ. ടീച്ചർ ഫോൺ എടുത്തപ്പോൾ എൻ്റെ അച്ഛനായിരുന്നു മറുതലയ്ക്കൽ. എന്നെ കാണാത്തത് കൊണ്ട് വിളിച്ചതായിരുന്നു അച്ഛൻ. വളരെ പ്രയാസപ്പെട്ടാണ് ഞാൻ അപ്പോൾ ടീച്ചറോട് യാത്ര പറഞ്ഞിറങ്ങിയത്. വീട്ടിൽ വന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ടീച്ചർ ഫോണിൽ വിളിച്ചു. അമ്മയാണ് ഫോൺ എടുത്തത്. എടാ, നിന്നെ ടീച്ചർ വിളിക്കുന്നു, നീ വേഗം അങ്ങോട്ട് ചെല്ലാൻ. ഓ, ഞാനെങ്ങും പോകുന്നില്ല. ആ ടീച്ചർക്ക് കുറേ പണിയൊക്കെ ചെയ്യാനുണ്ട്. എന്തിനും ഇപ്പോൾ ഞാൻ വേണോ അവിടെ? നിന്നെ പഠിപ്പിക്കുന്ന ടീച്ചറല്ലേടാ, അവർക്കൊരു സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് നിനക്കെന്താ നഷ്ടം? ഇന്നും നാളെ അവധിയല്ലേ. ഒരു ആന്തുണ ഇല്ലാത്തതിൻ്റെ വിഷമം നിന്നോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അമ്മയിൽ നിന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചത് തന്നെ കേട്ടു. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. നീ മാത്സിന് വളരെ പിന്നിലാണെന്നാണ് ടീച്ചർ പറയുന്നത്. ശനി ഞായറും നിനക്ക് വേണ്ടി സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന്. ഏതായാലും അച്ഛനറിയണ്ട. എൻ്റെ മാതാപിതാക്കൾക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്നതാണ് അവർക്ക് ഭൂഷണം. ഏതായാലും അതെനിക്ക് ഭാഗ്യം തന്നെ. കുറേ നേരം അവിടൊക്കെ തന്നെ നിന്നിട്ട് ഞാൻ ടീച്ചറുടെ അടുത്തേക്ക് പോയി. സ്വർഗം കിട്ടിയതുപോലെയുള്ള ഒരു അനുഭവമായിരുന്നു എനിക്കപ്പോൾ ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ പൂമുഖപ്പടിയിൽ തന്നെ ടീച്ചർ നിൽക്കുന്നുണ്ടായിരുന്നു. 4 കെട്ടൊക്കെയുള്ള പഴയൊരു തറവാടായിരുന്നു ടീച്ചറിൻ്റേത്. അതിൻ്റേതായ സർവ്വ ഐശ്വര്യവും ആ വീട്ടിലും പരിസരത്തും നിറഞ്ഞു നിന്നിരുന്നു. ടീച്ചർ എന്നെ വളരെ നേരമായി കാത്തു നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഹാഫ് സ്കേർട്ടും പൊക്കിളിന് മുകളിൽ നിൽക്കുന്ന ടോപ്പുമായിരുന്നു ടീച്ചറിൻ്റെ വേഷം. ടീച്ചറിൻ്റെ ശരീര സൗന്ദര്യം എന്നെ കാണിക്കുവാൻ വേണ്ടി തുറന്നു വെച്ചതുപോലെ ആയിരുന്നു അവരവിടെ നിന്നത്. ഞാൻ അടുത്ത് ചെന്നപ്പോൾ ടീച്ചർ ഒരു നെടുവീർപ്പിടുന്നത് ഞാൻ കണ്ടു. ടീച്ചർ എൻ്റെ കയ്യിൽ പിടിച്ച് അവരുടെ ബെഡ്റൂമിലേക്കാണ് എന്നെ കൊണ്ടുപോയത്. അവർ പതുക്കെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവരുടെ കിതപ്പിൻ്റെ താളം എനിക്ക് കേൾക്കാമായിരുന്നു. ടീച്ചറിൻ്റെ മാസ്മരികമായ മണം ആ മുറിയിൽ തളം കെട്ടി നിന്നിരുന്നു. ആ മണം ആസ്വദിക്കുന്നത് സുഖകരമായ ഒരു അനുഭൂതിയാണെന്ന് എനിക്ക് തരുന്നത്. ടീച്ചർ മെല്ലെ വാതിലടച്ച് കുറ്റിയിട്ടു. അവർക്ക് എൻ്റെ അടുത്ത് വന്നു നിന്ന് എൻ്റെ കണ്ണുകളിലേക്ക് കാമാർദ്രമായി നോക്കി. അന്ന് സ്വപ്നത്തിൽ കണ്ട ടീച്ചറിൻ്റെ അതേ രൂപം. സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണോ? പക്ഷെ അങ്ങനെ യാഥാർത്ഥ്യമായാൽ എനിക്ക് പെട്ടെന്ന് ആ ഭയം മനസ്സിൽ ഓടിയെത്തി. എന്താ, നിനക്കെന്നെ പേടിയാണോ?
നീ പോയപ്പോൾ മുതൽ ഉരുകാൻ തുടങ്ങിയതാ ഞാൻ. നീ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുമോ ശ്രീകുട്ട? എന്നിൽ കത്തിയെരിയുന്ന അഗ്നി ഒന്ന് ക്ഷമിക്കട്ടെ. അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലാണ് അഗ്നി കത്തിയെരിയാൻ തുടങ്ങിയത്. ഞാൻ നിന്നുകൊണ്ട് തന്നെ ടീച്ചറെ ആലിംഗനം ചെയ്തു. അഗ്നിയെ അഗ്നി കൊണ്ട് തന്നെ ശമിപ്പിക്കണം. ടീച്ചറും എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ തോളിൽ ചാരി കുറേയേറെ നേരം അങ്ങനെ നിന്നു. ടീച്ചർ എൻ്റെ നെഞ്ചിൽ അമർന്നു നിന്നു. അവരുടെ ഹൃദയത്തിൻ്റെ താളവും എനിക്ക് കേൾക്കാമായിരുന്നു. എനിക്ക് അധിക നേരം അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അവരെ തോളിൽ നിന്നും നേരെ നിർത്തി അവരുടെ ചുണ്ടുകളിൽ ചുംബിച്ചു. ദീർഘമായൊരു ചുംബനമായിരുന്നു അത്. ടീച്ചർ കണ്ണുകൾ അടച്ചു നിന്ന് ആ ചുംബനം ആസ്വദിച്ചു. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് എനിക്ക് കൂടി മനസ്സിലായില്ല. ദേഹമാസകലം കോരിത്തരിപ്പിക്കുന്ന ഒരു അനുഭൂതി പടർന്നു കയറി. മനസ്സും ശരീരവും ഒന്നായി. എൻ്റെ മനസ്സിൽ കാമം പത്തി വിടർത്തി. ഒരു 10ാം ക്ലാസ്സുകാരൻ്റെ ഉള്ളിലെ വികാരം എന്താണെന്ന് പറയേണ്ടതില്ലല്ലോ. ടീച്ചറിൻ്റെ ആലിംഗനം മുറുകി മുറുകി വന്നു. എനിക്കാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അഭിനിവേശമായിരുന്നു അപ്പോൾ. ടീച്ചറെ, ഐ ലവ് യു ടു ശ്രീകുട്ട. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. നീ എൻ്റെ മുഖത്തെല്ലാം ഒന്നുകൂടി ചുംബിക്കൂ. എനിക്ക് മതിയാവുന്നില്ല. ടീച്ചർ എന്തിനാണ് എന്നെ ഇത്രയും സ്നേഹിക്കുന്നത്? എനിക്കറിയില്ല. എനിക്ക് പോലും അറിയില്ല അതിൻ്റെ രഹസ്യം. എനിക്ക് നിന്നെ പക്ഷേ വളരെ ഇഷ്ടമാണ്. അതിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന പ്രണയമാണ്. ഓ ടീച്ചറെ, ടീച്ചറിൻ്റെ വായിൽ നിന്നും ഞാൻ ഇതൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചതുപോലുമല്ല. 2 ദിവസമായി ഞാൻ അനുഭവിക്കുന്നതൊക്കെ വെറും സ്വപ്നമാണെന്ന് പോലും എനിക്ക് സംശയമുണ്ടായിരുന്നു. സ്വപ്നം പോലെ തന്നെ മനോഹരമായ ഒരു യാഥാർത്ഥ്യമാണടാ ഇത്. ഞാൻ എൻ്റെ വലത് കൈ പതുക്കെ ടീച്ചറുടെ അരക്കെട്ടിലേക്ക് അടുപ്പിച്ചു. ടീച്ചർ എതിർക്കുമോ എന്നുള്ള ഭയം എനിക്ക് ലവലേശമില്ലായിരുന്നു. പെയ്തൊഴിയാൻ വെമ്പൽ കൊള്ളുന്ന മഴക്കാറ് പോലെ ഞങ്ങളുടെ 2 പേരുടെയും ഉള്ളിൽ കാമസംഘർഷം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ടീച്ചറുടെ ഹൃദയമിടിപ്പ് കൂടി വരുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. അവരുടെ ശ്വാസത്തിന് ഹരം കൊള്ളിക്കുന്നൊരു മണം. അവരിൽ കാമാവേശം തിളച്ചു മറിയാൻ തുടങ്ങി. ഞാൻ അവരെ പിടിച്ച് പതുക്കെ ബെഡിലേക്ക് കിടത്തി. ഒരു പൂവിനെ പോലെ അവരെൻ്റെ കൈകളിൽ ഒതുങ്ങി ബെഡിലേക്ക് കിടന്നു. പിന്നീട് എനിക്കൊന്നും നോക്കേണ്ടിയിരുന്നില്ല. എൻ്റെ ടീച്ചറുമായി ആ കിടക്കയിൽ ഞങ്ങൾ പരസ്പരം എല്ലാം മറന്നിണചേർന്നു. ഞാൻ എൻ്റെ മോഹസാഫല്യം പൂർത്തീകരിച്ചിരിക്കുന്നു. ആ മുഹൂർത്തത്തിലും അത്ഭുതം എന്നെ പിടിച്ചു മുറുക്കിയിരുന്നു. എങ്ങനെ ഇത് സാധിച്ചു എന്നുള്ള അത്ഭുതം. മേഴ്സിയുമായി എല്ലാം നടന്നുവെങ്കിലും അതിൽ പ്രണയമില്ലായിരുന്നു. പക്ഷേ ഇതെൻ്റെ പത്മ ടീച്ചറുമായി നടന്നത് പ്രണയ സാഫല്യത്തിൻ്റെ പൂർത്തീകരണം കൂടിയായിരുന്നു. അതിനൊരു പ്രത്യേക അനുഭൂതി ഉണ്ടായിരുന്നു. പെട്ടെന്ന് എപ്പോഴോ എൻ്റെ മുഖം മാറിയത് ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താ ശ്രീകുട്ട, നിനക്ക് എന്തു പറ്റി? ഒന്നുമില്ല ടീച്ചറെ. അല്ല, എന്തോ ഉണ്ട്. നീ ഇവിടെ വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്. നിൻ്റെ മുഖത്ത് എന്തോ ഒരു ഭയം. നീ എന്തോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട്. എനിക്ക് യാതൊരു ഭയവും ഇല്ല ടീച്ചറെ. എന്നോട് കള്ളം പറയണ്ട. ഇതുവരെ നിൻ്റെ മുഖത്ത് കാണാത്ത എന്തോ ഒരു ഭയം നിൻ്റെ മുഖത്ത് ഞാനിപ്പോൾ കാണുന്നുണ്ട്. എന്നോടുള്ള ഇഷ്ടക്കുറവാണോ എന്ന് എനിക്കറിയണം. അതൊന്നുമല്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ ടീച്ചർ പിണങ്ങരുത്. അങ്ങനെ പറഞ്ഞപ്പോൾ ടീച്ചറുടെ മുഖത്തൊരു അങ്കലാപ്പ് ഞാൻ കണ്ടു. ടീച്ചർ എൻ്റെ മുഖത്തേക്ക് അല്പം നീരസത്തോടെ നോക്കി. ഞാൻ അന്ന് കണ്ട സ്വപ്നത്തെപ്പറ്റി ടീച്ചറോട് പറഞ്ഞു. ടീച്ചർ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പൊട്ടിച്ചിരിച്ചു. ഞാനും അറിയാതെ ടീച്ചറോടൊപ്പം പൊട്ടിച്ചിരിച്ചുപോയി. ചിരി മുറുകി വന്നു. ഞങ്ങൾ അന്യോന്യം നോക്കി ഒരുപാട് നേരം ചിരിച്ചു. പൊട്ടി ചിരിച്ചു. ആ ചിരി ചുംബനങ്ങളായി മാറി. ചുംബനങ്ങൾ ആലിംഗനങ്ങളായി മാറി. പിന്നീടത് വീണ്ടും ഒരു ഇണചേരലായി മാറി. ഞങ്ങൾ സ്വർഗാനുഭൂതികൾ പങ്കുവച്ചു. ഞങ്ങൾ മാത്രമായി മാറി. മറ്റാരുമില്ലാതെ ഞങ്ങൾ മാത്രമുള്ള ലോകം. യാഥാർത്ഥ്യം തുടിക്കുന്ന സ്വപ്നലോകം. ഒരിക്കൽ കൂടി ഞങ്ങൾ ബന്ധപ്പെട്ടു. അതിനുശേഷം കിടന്നുറങ്ങി. അങ്ങനെ സ്വർഗീയ സുഖമെല്ലാം അനുഭവിച്ച് കിടന്നപ്പോഴാണ് ലാൻഡ് ലൈൻ ഫോൺ ശബ്ദിച്ചത്. ടീച്ചർ പോയി ഫോൺ അറ്റൻഡ് ചെയ്തു. തളർച്ചയിൽ ടീച്ചർ പറയുന്നതൊന്നും ഞാൻ കേട്ടില്ല.
ഞാൻ മയങ്ങിക്കിടക്കുകയായിരുന്നു. മയങ്ങിക്കിടന്ന് എൻ്റെ അടുക്കൽ ടീച്ചർ വന്നു. ശ്രീകുട്ട, നിൻ്റെ അച്ഛൻ വിളിക്കുന്നു, നിൻ്റെ അനുജൻ വന്നത്രേ. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ആന്ധ്രയിൽ ബോർഡിങ്ങിൽ പഠിക്കുന്ന അവൻ ഒരറിയിപ്പുമില്ലാതെ ഇത്രയും പെട്ടെന്ന് എന്തിനാണ് വന്നത്? ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് ധരിച്ച് വീട്ടിലേക്ക് പോന്നു. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അനുജൻ സുജിത്ത് അച്ഛൻ്റെ മുന്നിൽ എളിഭ്യനായി നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. അച്ഛൻ അവനെ ശകാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോഴേ അച്ഛനോട് കാര്യം തിരക്കി. എടാ ശ്രീ, അവന് പഠിക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. കോളേജിൽ പോയി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ്. ഉടനെ അനിയൻ സുജിത്ത് പറഞ്ഞു, ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല അച്ഛാ, അതൊക്കെ കെട്ടുകഥകളാണ്. നീ പെൺപിള്ളേരുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നെന്നാണ് കോളേജിൽ നിന്ന് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതേത് പെണ്ണാ? എനിക്കങ്ങനെ പെണ്ണുങ്ങളുമായിട്ടൊന്നും വലിയ താല്പര്യവും പ്രശ്നമൊന്നും ഇല്ല. നിൻ്റെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററാണ് എനിക്ക് പരാതി തന്നിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും അതിൽ സത്യം കാണും. അവർ തമ്മിലുള്ള കലപില അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. നീ ഇനി പഠിക്കാനൊന്നും പോകണ്ട. ശ്രീകുട്ടനെ നോക്കിക്കണ്ട് പഠിക്കണം. അവൻ ടീച്ചറിൻ്റെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. എനിക്കത് കേട്ടപ്പോൾ ചിരി വന്നു. ഞാൻ ചിരി ഉള്ളിലൊതുക്കി. തന്നെ പറ്റിയുള്ള അച്ഛൻ്റെ അഭിപ്രായം വളരെ കേമമായിരിക്കുന്നു. എന്നാൽ പിന്നെ അടുത്ത അച്ഛൻ്റെ അഭിപ്രായം എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അവൻ നന്നായി പഠിക്കുന്നതുകൊണ്ട് അവനെ ഞാൻ ഡൽഹിയിൽ വിട്ട് പഠിപ്പിക്കാൻ പോവുകയാണ്. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഏർപ്പാട് ചെയ്തു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ ഡൽഹിക്ക് വിടും. അച്ഛാ, എന്നോട് ചോദിക്കാതെ? ഇതിന് ചോദിക്കാൻ എന്തിരിക്കുന്നു? നിനക്ക് സന്തോഷമല്ലേ ഉണ്ടാവുള്ളൂ. ഡൽഹി പോലുള്ളൊരു പട്ടണത്തിൽ പോയി പഠിക്കുക എന്നത് തന്നെ മഹാഭാഗ്യമല്ലേ. ഈ മഹാഭാഗ്യം എനിക്ക് വേണ്ട എന്ന് ഞാൻ പറയാൻ ഒരുങ്ങിയെങ്കിലും അപ്പോഴത്തെ അച്ഛൻ്റെ അവസ്ഥ നോക്കി ഞാൻ മിണ്ടാതിരുന്നു. അന്ന് ഞാൻ വൈകിട്ട് ടീച്ചറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എനിക്കാകെ സങ്കടമായിരുന്നു. ഇതിനെല്ലാം കാരണം അനിയനാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും ടീച്ചറോട് പറഞ്ഞു. ടീച്ചറിനും വളരെയേറെ വിഷമമുണ്ടായി. അന്ന് ഞങ്ങളൊന്നും ചെയ്യാതെ കെട്ടിപ്പിടിച്ച് രാത്രിയിൽ കിടന്നു. എന്നാൽ രാത്രി 10 മണിയായപ്പോൾ ടീച്ചറുടെ സ്വഭാവം മാറി. അവർ എന്നെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു. എൻ്റെ ടീച്ചറെ, എൻ്റെ പത്മ ടീച്ചറെ, നമ്മുടെ രാക്കളികളെല്ലാം അവസാനിക്കാൻ പോവുകയാണല്ലോ ടീച്ചറെ. ഈ അവസാനത്തെ രാത്രി നമുക്ക് മാത്രമുള്ളതാണ്. അതിനെ വേസ്റ്റാക്കി കളയരുത്, ടീച്ചർ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഞാനും ആഗ്രഹിച്ചത് അതൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ടീച്ചർ ഒന്ന് തുനിഞ്ഞപ്പോഴേക്കും എനിക്കും ആസ്വാദനത്തിൻ്റെ രുചി അറിയാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് ടീച്ചറിൻ്റെ പൂർണ്ണ മനസ്സോടുകൂടി ആയിരിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. ആ അവസാന രാത്രിയെ വളരെ മനോഹരമായി ആസ്വദിക്കാൻ ഞാൻ തയ്യാറെടുത്തു. നാളെ മുതൽ ടീച്ചർ എനിക്ക് നഷ്ടപ്പെടുമെന്ന തോന്നൽ എന്നെ വല്ലാതെ വികാരഭരിതനാക്കി. മധ്യവേനൽ അവധിയായിരുന്നതിനാൽ മെയ് മാസ രാവിൽ ചൂട് കൂടുതലായിരുന്നു. ചൂടിൻ്റെ തീക്ഷ്ണത കുറയ്ക്കാൻ ഞാൻ AC-യുടെ തണുപ്പ് കൂട്ടി. എന്നിട്ടും ടീച്ചറിൻ്റെ ശരീരത്തിൽ നിന്നും സുന്ദരമായ മണം മൂക്കിലൂടെ തുളച്ച് കയറി വല്ലാത്തൊരനുഭൂതിയിലായിരുന്നു ഞാൻ. അന്ന് രാത്രി ഞങ്ങളുടെ കലാശക്കൊട്ട് അതിഗംഭീരമാക്കി ടീച്ചറോട് യാത്ര പറഞ്ഞു. ഞാൻ ദില്ലിയിലെത്തി 2 മാസം കഴിഞ്ഞപ്പോൾ ടീച്ചർ ഗർഭിണിയാണെന്ന് ഞാൻ അറിഞ്ഞു. 1 വർഷത്തിന് ശേഷമാണ് ഞാൻ പിന്നെ എൻ്റെ പത്മ ടീച്ചറെ കാണുന്നത്. ഞാൻ എൻ്റെ മകനെ കണ്ടു. എൻ്റെ അതേ മുഖമാണെന്ന് എപ്പോഴും ടീച്ചർ പറയുമായിരുന്നു. നേരിൽ കണ്ടപ്പോൾ എനിക്ക് ബോധ്യമായി അതെൻ്റെ മകൻ തന്നെയായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് ഈ സ്റ്റോറി? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ സ്റ്റോറിയായിട്ട് ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.